Dear students, this is the third part of our grammar class. Here we are just going to discuss simple past. നമ്മുടെ മൂന്നാമത്തെ ഭാഗമാണ് സിമ്പിൾ പാസ്റ്റാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. നേരത്തെ രണ്ട് ക്ലാസ്സുകൾ ഞാൻ വീഡിയോ ചെയ്തിരുന്നു, മനസ്സിലായെന്ന് വിചാരിക്കുന്നുണ്ട്. സംശയമുള്ളവർ ചോദിക്കണം. ഗ്രാമർ ക്ലാസ്സാണ്, സംശയങ്ങൾ ബാക്കി വെക്കാൻ പാടില്ല, നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് പോകാം. സിമ്പിൾ പാസ്റ്റ് എന്തിനൊക്കെ വേണ്ടി ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് നോക്കുന്നത്. Simple past tense is used to talk about first simple past actions and events. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു നിങ്ങളോട് വെർബിൻ്റെ 3 രൂപം എഴുതാൻ വേണ്ടി പറഞ്ഞിരുന്നു. അതായത് ഇപ്പോൾ പ്ലേഡ് വാക്ക്ഡ് ഇങ്ങനെയൊക്കെ എഴുതാൻ വേണ്ടി പറഞ്ഞിരുന്നു അല്ലേ. ഇപ്പോൾ ഈറ്റ് ആണെങ്കിൽ ഈറ്റാണ് ഇങ്ങനെയൊക്കെയുള്ള വെർബിൻ്റെ 3 രൂപങ്ങൾ ഇത് എഴുതാൻ പറഞ്ഞിരുന്നു. അപ്പോൾ അതിൽ നമ്മൾ പറയുന്ന രണ്ടാമത്തെ രൂപമാണ് സിമ്പിൾ പാസ്റ്റിൻ്റെ രൂപം എന്നുള്ളത്. അതായത് പ്ലേഡ് എന്നുള്ള രണ്ടാമത്തെ രൂപം പ്ലേഡ് എന്നാണല്ലോ. ഈറ്റ് എന്നുള്ളതിൽ എയ്റ്റ് എന്നാണ്. റിട്ടൺ എന്നുള്ളതിൽ റോട്ട് എന്നുള്ളതാണ് രണ്ടാമത്തെ വെർബ് ടു സിമ്പിൾ പാസ്റ്റ്. ഇത് നമ്മൾ സിമ്പിൾ പാസ്റ്റിൻ്റെ രൂപമായിട്ട് ഉപയോഗിക്കാറുണ്ട്. ഓക്കെ, ഇനി നമ്മൾ നോക്കുക. അതുകൊണ്ടാണ് ഞാൻ അടുത്തത് എഴുതി വെച്ച് പഠിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ സിമ്പിൾ പാസ്റ്റ് ടെൻസ് ഈസ് യൂസ്ഡ് ടു ടോക്ക് അബൌട്ട് ഒന്ന് എന്തിനു വേണ്ടിയാ? പാസ്റ്റ് ആക്ഷൻസ്, പഴയകാല സംഭവങ്ങൾ, അതായത് കഴിഞ്ഞ സമയത്ത് സംഭവിച്ച കാര്യങ്ങളെക്കുറിച്ച് പറയാൻ വേണ്ടിയും സംഭവങ്ങളെക്കുറിച്ചും ആക്ഷനെക്കുറിച്ച് പറയാൻ വേണ്ടിയാണ് ഒന്ന് സിമ്പിൾ പാസ്റ്റ് ഉപയോഗിക്കുന്നത്. കഴിഞ്ഞ സമയം, കഴിഞ്ഞ നിമിഷം, കഴിഞ്ഞ ദിവസം, കഴിഞ്ഞ മാസം, കഴിഞ്ഞ വർഷം തുടങ്ങിയ ഏത് സംഭവത്തെക്കുറിച്ചാണെങ്കിലും നമുക്ക് സിമ്പിൾ പാസ്റ്റ് ഉപയോഗിക്കാം. ഇപ്പം നോക്കൂ, ഇറ്റ് റെയിൻഡ് ഇൻ കേരള യെസ്റ്റർഡേ. കേരളത്തിൽ ഇന്നലെ മഴ പെയ്തു. ഇവിടെ യെസ്റ്റർഡേ എന്നുള്ളത് നമുക്ക് നൽകുന്ന സൂചനയാണ്. യെസ്റ്റർഡേ, ലാസ്റ്റ് ഡേ, ലാസ്റ്റ് മന്ത്, ലാസ്റ്റ് ഇയർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മളത് സിമ്പിൾ പാസ്റ്റിലാണ് ഉപയോഗിക്കാറുള്ളത്. ഇത്തരം വാക്കുകളെ ഇത്തരം സെൻറ്റൻസുകൾ നമ്മൾ എവിടെ ഉപയോഗിക്കാറുള്ളത്? സിമ്പിൾ പാസ്റ്റിലാണ് ഉപയോഗിക്കാറുള്ളത്. അപ്പോൾ യെസ്റ്റർഡേ ഇറ്റ് ഹാഡ് റെയിൻഡ് ഇൻ കേരള യെസ്റ്റർഡേ എന്ന് പറയാം. ഹാഡ് വെച്ചിട്ട് പറയാറില്ല. ഉണ്ടായിരുന്നു എന്നുള്ള രൂപത്തിലാണ് ഹാഡിൻ്റെ മീനിങ് വരാറുള്ളതെങ്കിലും നമ്മൾ ഹാഡ് വെച്ചിട്ട് അങ്ങനെ പറയാറില്ല. യെസ്റ്റർഡേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സിമ്പിൾ പാസ്റ്റ് മാത്രം ഉപയോഗിച്ചാൽ മതി. എന്ന് പറഞ്ഞാൽ വെർബിൻ്റെ രണ്ടാമത്തെ മാത്രം ഉപയോഗിച്ചാൽ മതി. അപ്പോൾ റെയിൻഡ് എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് റെയിൻഡ് എന്ന് പറഞ്ഞു, മനസ്സിലുണ്ടല്ലോ. അപ്പോൾ ഇതൊക്കെ സൂചനയാണ്. യെസ്റ്റർഡേ, പിന്നെ ലാസ്റ്റ് ഡേ, ലാസ്റ്റ് മന്ത്, ലാസ്റ്റ് ഇയർ എന്നൊക്കെ പറഞ്ഞു വന്നു കഴിഞ്ഞാൽ നമ്മൾ ഒന്നും നോക്കണ്ട. എക്സാമിന് അങ്ങനെ വന്നു കഴിഞ്ഞാൽ പിന്നെ അത് സിമ്പിൾ പാസ്റ്റിലാണ് ആ വെർബ് ഉപയോഗിക്കേണ്ടത്. ഓക്കെ, സൂചനയാണ്. അപ്പോൾ ഇറ്റ് റെയിൻഡ് ഇൻ കേരള യെസ്റ്റർഡേ. രണ്ടാമത് എവിടെയാണ് നമ്മൾ സിമ്പിൾ പാസ്റ്റ് ഉപയോഗിക്കുക? അറ്റ് വൺ പെർട്ടിക്കുലർ ടൈം ഇൻ ദ പാസ്റ്റ് ദിസ് ഹാപ്പൻഡ്. ഇത് ഒരു പ്രത്യേക സമയത്ത് സംഭവിച്ചുവെങ്കിൽ, പാസ്റ്റിൽ പ്രത്യേക സമയത്താണ് സംഭവിച്ചുവെങ്കിൽ നമ്മൾ എന്ത് പറയും? സിമ്പിൾ പാസ്റ്റിൽ പറയാം. ഫോർ എക്സാമ്പിൾ, രാജേഷ് വാച്ച് ടെലിവിഷൻ ലാസ്റ്റ് നൈറ്റ്. ഇവിടെ നോക്കൂ, ഇവിടെ പ്രത്യേക സമയമാണ് പറഞ്ഞത്. നേരത്തെ ഒരു ദിവസത്തെക്കുറിച്ച് പറഞ്ഞു, ഇപ്പോൾ സമയത്തെക്കുറിച്ചാണ് പറഞ്ഞത്. രാജേഷ് വാച്ച് ടെലിവിഷൻ ലാസ്റ്റ് നൈറ്റ്. കഴിഞ്ഞ രാത്രിയാണ് രാജേഷ് ടെലിവിഷൻ വാച്ച് ചെയ്തത്. കഴിഞ്ഞ രാത്രി, ലാസ്റ്റ് നൈറ്റ്, ഇതൊരു പ്രത്യേക സമയത്ത് സംഭവിച്ചതാണ്. അപ്പോൾ അതുകൊണ്ട് അവിടെ നമുക്ക് എന്ത് ഉപയോഗിക്കാം? എന്താ പറയാം? സിമ്പിൾ പാസ്റ്റ്. ഇനി മൂന്നാമത് എവിടെയാണ്? ദ ഇവൻറ്റ് ബിഗാൻ ആൻഡ് എൻഡഡ് ഇൻ ദ പാസ്റ്റ്. ഒരു സംഭവം പാസ്റ്റിൽ തുടങ്ങി പാസ്റ്റിൽ തന്നെ അവസാനിച്ചു എങ്കിലും നമുക്കത് പാസ്റ്റിൽ പറയാം. ഫോർ എക്സാമ്പിൾ, ഐ വെൻറ്റ് ടു ദ സിനിമ 3 times ലാസ്റ്റ് വീക്ക്. 3 തവണയും പോയത് കഴിഞ്ഞ ആഴ്ചയാണ്. അപ്പോൾ ഇത് അതായത് കഴിഞ്ഞ 3 തവണ പോയതും പാസ്റ്റിൽ തന്നെയാണ് അല്ലേ, ലാസ്റ്റ് വീക്കിലാണ്. അതുകൊണ്ട് ഐ വെൻറ്റ് ടു ദ സിനിമ ഉണ്ടോ, ഐ വെൻറ്റ് എന്നാണ് ഉപയോഗിച്ചത്. എന്താണ് വെൻറ്റ്? വെർബ് ടു ആണല്ലോ. ഏതാ? ഗോ, വെൻറ്റ്, ഗോൺ എന്നാണ് 3 രൂപം. ഗോ പോകുക, വെൻറ്റ് പോയി, ഗോൺ പോകപ്പെട്ടു. മുകളിൽ ഉദാഹരണം നോക്കൂ, രാജേഷ് വാച്ച്ഡ്. അത് പിന്നെ വാച്ച്ഡ് എന്നുള്ളതിൻ്റെ രൂപം അല്ലേ. നോക്കൂ, വെൻറ്റ് ടു ദ സിനിമ 3 times ലാസ്റ്റ് വീക്ക്. അപ്പോൾ ഇങ്ങനത്തെ സ്ഥലത്ത് നമുക്ക് എന്ത് ഉപയോഗിക്കാം? സിമ്പിൾ പാസ്റ്റ്. റിപ്പീറ്റഡ് പാസ്റ്റ് ആക്ഷൻസ് ആൻഡ് ഇവൻറ്റ്സ്. ഒരു ആക്ഷൻ തുടർന്നുകൊണ്ടേ ഇരിക്കുകയാണെങ്കിൽ അതിലും നമുക്കെന്ത് പറയാം? പാസ്റ്റ് പറയാം, സിമ്പിൾ പാസ്റ്റ് പറയാം. ഐ ഓൾവേസ് വെൻറ്റ് ഷോപ്പിംഗ് ഓൺ സൺഡേസ്. നോക്കൂ, ഇവിടെ ഷോപ്പിംഗ് എന്നുള്ള പ്രസൻറ്റ് രൂപത്തിലാണ് ഉപയോഗിച്ചെങ്കിലും അല്ലേ, ഷോപ്പിംഗ് ഇവിടെ പാസ്റ്റിലാണ്. അത് എന്താണ് കാര്യം? അത് റിപ്പീറ്റഡ് ആക്ഷനാണ് അല്ലേ. എന്താ നേരത്തെ പറഞ്ഞ ഇവിടെ കണ്ടില്ലേ, എന്താ പറഞ്ഞത്? റിപ്പീറ്റഡ് പാസ്റ്റ് ആക്ഷൻസ്. അങ്ങനെ ഐ ഓൾവേസ് വെൻ ഷോപ്പിംഗ് ഓൺ സാറ്റർഡേയ്സ്. എല്ലാ ശനിയാഴ്ചകളിലും ഞാൻ ഷോപ്പിംഗ് നടത്താറുണ്ട് എന്നാണ് ഉദ്ദേശിച്ചത്. അങ്ങനെ ഷോപ്പിംഗ് നടത്താൻ വേണ്ടി പോയി എന്നാണ് പറഞ്ഞെങ്കിലും ഉദ്ദേശം എന്താണ്? അങ്ങനെ നടത്താറുണ്ട് എന്നുള്ള. പാസ്റ്റ് സ്റ്റേറ്റിനെ കുറിച്ച് പറയുമ്പോൾ ലോങ് സ്റ്റാൻഡിങ് സിറ്റുവേഷൻ ആൻഡ് ഫീലിങ്സ് എന്താണത്? നീണ്ട കാലഘട്ടത്തെക്കുറിച്ചാണ്. അങ്ങനെ പറയുമ്പോൾ നമുക്കെന്ത് പറയാം? സിമ്പിൾ പാസ്റ്റിൽ പറഞ്ഞാൽ മതി. ഫോർ എക്സാമ്പിൾ, മൈ ഫാദർ ന്യൂ ദ പ്രൈം മിനിസ്റ്റർ.
എൻ്റെ അച്ഛന് പ്രൈം മിനിസ്റ്ററെ അറിയാം. ഇവിടെ അറിയാമെന്നുള്ളതാണ് ഉദ്ദേശിച്ചതെങ്കിലും എൻ്റെ അച്ഛൻ പ്രൈം മിനിസ്റ്റർ അറിഞ്ഞു എന്ന രൂപത്തിലാണ് മീനിങ് വരിക. ഉദ്ദേശം എന്താണ്? അറിയാം അല്ലേ? എന്നാൽ കുറേ കാലമായിട്ട് അദ്ദേഹത്തെ അറിയാമെന്നുള്ള ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ നമുക്ക് എന്ത് പറഞ്ഞാൽ മതി? സിമ്പിൾ പാസ്റ്റ് പറഞ്ഞാൽ മതി. ഇപ്പോൾ 5 സാഹചര്യമാണ് കാര്യമായിട്ട് പറഞ്ഞത്. ഇനി ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട എന്താണ്? സിമ്പിൾ പാസ്റ്റ് 5 രൂപത്തിലൊക്കെ നമുക്ക് ഉപയോഗിക്കാമെന്ന് പറഞ്ഞു, 5 സാഹചര്യങ്ങളിൽ ഉപയോഗിക്കാമെന്ന് പറഞ്ഞു. ഇനി നമുക്ക് ഇതിൻ്റെ പോസിറ്റീവ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ മറ്റ് സിമ്പിൾ പ്രസൻറ്റിലും പ്രസൻറ്റ് കണ്ടിന്യൂസിലും നമ്മളെന്ത് പറഞ്ഞു? അതിൻ്റെ പോസിറ്റീവ് ഉണ്ടാക്കുന്നു, നെഗറ്റീവ് ഉണ്ടാക്കുന്നതൊക്കെ പറഞ്ഞു. പിന്നെ WH ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കുന്നത് പറഞ്ഞു, യെസ് ഓർ നോ അതിൻ്റെ ആൻസർ എങ്ങനെ പറയാമെന്നൊക്കെ പറഞ്ഞു. ഇവിടെ നോക്കാം നമ്മൾ എങ്ങനെയാണിത് എന്താ പറയുക, സിമ്പിൾ പാസ്റ്റിൽ എങ്ങനെയാണ് നമ്മൾ ഇന്നുണ്ടാക്കുന്നത്? ക്വസ്റ്റ്യൻ ഫോമും പോസിറ്റീവ് സ്റ്റേറ്റ്മെൻറ്റും നെഗറ്റീവ് സ്റ്റേറ്റ്മെൻറ്റും WH ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കുന്നത്. ഇവിടെ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ സിമ്പിൾ പ്രസൻറ്റിലൊരു കാര്യം പറഞ്ഞിരുന്നു. എന്താ പറഞ്ഞത്? സിമ്പിൾ പ്രസൻറ്റിൻ്റെ രൂപം വെർബ് 1ൻ്റെ രൂപമായിരിക്കും അല്ലേ? അല്ലെങ്കിൽ വെർബ് 1ൻ്റെ കൂടെ എസ് വരുന്ന രൂപമായിരിക്കും സിമ്പിൾ പ്രസൻറ്റിൽ. അപ്പോൾ അവിടെ നമ്മൾ പറഞ്ഞതായിരുന്നു ഡു എന്നൊരു വാക്ക് അതിൻ്റെ ഉള്ളിലുണ്ട് എന്നാണ്. പ്ലേനുള്ളിൽ ഡു പ്ലസ് പ്ലേ ആണ് അല്ലേ? പ്ലേസ് എന്നാണെങ്കിലോ ഡസ് പ്ലസ് പ്ലേ എന്നാണ്. അങ്ങനെയാണ് സിമ്പിൾ പ്രസൻറ്റിൽ വരിക. അതേപോലെ തന്നെ സിമ്പിൾ പാസ്റ്റിലാണെങ്കിൽ അവിടെ ഡിഡാണ് പറഞ്ഞിരിക്കുന്നത്. എന്താ പറയുക? ഡിഡ് പ്ലസ് പ്ലേ ഈക്വൽ ടു പ്ലേഡ്. മനസ്സിലായിട്ടല്ലോ പറഞ്ഞേ? ഡിഡ് ഇതിൻ്റെ വാക്കിൻ്റെ അർത്ഥം തന്നെ ചെയ്തു എന്നുള്ള, പ്ലേ ആണ് കളിക്കുക. അപ്പോൾ കളിക്കുക എന്ന പ്രവൃത്തി ചെയ്തു എന്ന മീനിങ് വരുന്നത്. അപ്പോൾ ഡിഡ് പ്ലസ് പ്ലേ പ്ലേഡ്. പിന്നെയോ ഡിഡ് പ്ലസ് റൈറ്റ് റോട്ട്. അതിൻ്റെ രണ്ടാമത്തെ രൂപം വരും. ഡിഡ് വന്നാൽ ഈ വെർബിൻ്റെയൊക്കെ രണ്ടാമത്തെ രൂപമാണ് പിന്നെ അതിൻ്റെ ആൻസറായി വരിക. ഓക്കെ, ഡിഡ് പ്ലസ് വന്നു കഴിഞ്ഞാൽ. ഓക്കെ, അപ്പോൾ ഡിഡ് പ്ലസ് റീഡ് റെഡ് ഇങ്ങനെയാണ് വരിക. അപ്പോൾ ഇത് വെച്ചിട്ടാണ് നമ്മൾ പിന്നെ അതിൻ്റെ ക്വസ്റ്റ്യൻ ഫോമും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നത്. ഓക്കെ, ഇത് നോക്കുക. ഇനി പോസിറ്റീവ് സെൻറ്റൻസ് എങ്ങനെ പറയാം? ഐ യു വി ഹി ഇറ്റ് ദേ, ഇതൊക്കെ എന്തിൽ വരാം? ഇത് ഏത് വന്നാലും ഇവിടെ പ്രശ്നമില്ല. നമ്മൾ സിമ്പിൾ പ്രസൻറ്റിലൊക്കെ വെർബിനനുസരിച്ചൊക്കെ മാറ്റം വന്നിരുന്നു. വെർബ് സിംഗുലർ ആണെങ്കിൽ സിമ്പിൾ പ്രസൻറ്റിൽ വെർബിൻ്റെ കൂടെ എസ് വരണം എന്നൊക്കെ പറഞ്ഞു അല്ലേ? സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ വെർബിൻ്റെ കൂടെ എസ് വരണം. പക്ഷെ ഇവിടെ അങ്ങനത്തെ ഒരു പ്രശ്നമൊന്നുമില്ല. ഏത് സബ്ജക്റ്റ് വന്നാലും ഇത് വെർബ് എന്തുതന്നെയായിരിക്കും? വെർബ് ടു തന്നെ ആയിരിക്കും. ഓക്കെ, നോക്കൂ. ഇവിടെ ഐ വാച്ച്ഡ് എന്ന് പറയാം, യു വാച്ച്ഡ് എന്ന് പറയാം. വാച്ച് താഴത്തുണ്ട് കേട്ടോ. ഐ വാച്ച്ഡ്, യു വാച്ച്ഡ്, വി വാച്ച്ഡ്, ഹി വാച്ച്ഡ്, ഷീ വാച്ച്ഡ്, ഇറ്റ് വാച്ച്ഡ്, ദേ വാച്ച്ഡ്. അപ്പോൾ എന്ത് വന്നാലും വെർബ് ടു തന്നെ വരാം. മനസ്സിലാകുന്നുണ്ടല്ലോ? ഇനി അതിൽ നോക്കൂ, ഐ വാച്ച്ഡ്. ഇനി അതിന് നെഗറ്റീവ് ഉണ്ടാക്കുക. നേരത്തെ പറഞ്ഞു നോട്ട് വെച്ചിട്ടാണ് നെഗറ്റീവ് ഉണ്ടാക്കാറുള്ളത്. അപ്പോൾ നെഗറ്റീവ് ഉണ്ടാക്കാൻ നമ്മൾ ഐ നോട്ട് വാച്ച്ഡ് എന്ന് പറയില്ല, കാരണം സിമ്പിൾ പാസ്റ്റാണ്. നേരത്തെ പറഞ്ഞു ഡിഡ് അവിടെ പറഞ്ഞിരിക്കുന്നുണ്ട്. അപ്പോൾ ഡിഡ് വെച്ചിട്ടാണ് നമ്മൾ എന്തുണ്ടാക്കുന്നത്? ഇതിനെ നെഗറ്റീവ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഐ ഡിഡ് നോട്ട് വാച്ച്. പിന്നെ അവിടെ വാച്ച്ഡ് എന്ന് പറയരുത്. ഡിഡ് വന്നിട്ട് പിന്നെ വാച്ച്ഡ് എന്ന് റിപ്പീറ്റ് ചെയ്യാൻ പാടില്ല. ഡിഡ് വന്നു കഴിഞ്ഞാൽ പിന്നെ വാച്ച് എന്ന് മാത്രം മതി. വെർബ് 1 ഉപയോഗിച്ചാൽ മതി. ഓക്കെ, ഐ ഡിഡ് നോട്ട് വാച്ച്. ഫോർ എക്സാമ്പിൾ ഇനി മറ്റൊരു ഉദാഹരണം നോക്കൂ. ഐ റോട്ട്, ഞാൻ എഴുതി. അപ്പോൾ എങ്ങനെയാണ് പറയാം? നമ്മൾ എഴുതിയില്ലെന്ന് പറയാം. ഐ നോട്ട് റോട്ട് എന്നല്ല, ഐ ഡിഡ് നോട്ട് റൈറ്റ്. പിന്നെ റൈറ്റാണ് വരേണ്ടത്. വെർബ് 1 വരണം. ഡിഡ് വന്നു കഴിഞ്ഞ് പിന്നെ വെർബ് 1 വരണം. ഡിഡ് നോട്ട് വന്നാൽ വെർബ് 1 വരണം. മനസ്സിലുണ്ടല്ലോ? അതുകൊണ്ടാണ് ഞാൻ വെർബ് 1, വെർബ് 2, വെർബ് 3 അങ്ങനെ പഠിക്കാൻ വേണ്ടി പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ഫോർ എക്സാമ്പിൾ വാച്ച്ഡ്, ഐ ഡിഡ് നോട്ട് വാച്ച്. ഇനി ക്വസ്റ്റ്യൻ ഉണ്ടാക്കണമെങ്കിൽ വളരെ സുഖമാണ്. WH ക്വസ്റ്റ്യൻ വാട്ടോ വെന്നോ വേറൊക്കെ വെച്ചിട്ട് ഈ ഡിഡ് നേരെ വെച്ച് കൊടുത്താൽ മതി, വേറെ ഒന്നും ചെയ്യണ്ട. മനസ്സിലുണ്ടല്ലോ? എന്ത് ചെയ്താൽ മതി? ഇതാ ഐ ഡിഡ് നോട്ട് വാച്ച് എന്തായി? വാട്ട് ഡിഡ് യു വാച്ച്. വാട്ട് വെച്ച ശേഷം നേരെ ഡിഡ് വെച്ചിട്ട് ബാക്കി അതുപോലെ എഴുതിയാൽ മതി. വാട്ട് ഡിഡ് യു വാച്ച്, നീ എന്താണ് വാച്ച് ചെയ്തത് അല്ലേ? നീ എന്തുകൊണ്ട് വാച്ച് ചെയ്തു, നീ എന്താണ് വാച്ച് ചെയ്തത്, ഇങ്ങനെയൊക്കെ പറയാൻ നമുക്ക് അല്ലേ? അല്ലെങ്കിൽ വൈ ഡിഡ് യു വാച്ച്, നീ എന്തുകൊണ്ട് വാച്ച് ചെയ്തു, നീ എന്തുകൊണ്ടത് കണ്ടു എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ഇതിൻ്റെ നെഗറ്റീവ് ഉണ്ടാക്കാം. എങ്ങനെ? വൈ ഡിഡിൻറ്റ് യു എന്നും പറഞ്ഞിട്ട് ഉണ്ടാക്കാം കേട്ടോ. വാട്ട് ഡിഡിൻറ്റ് യു എന്ന് പറഞ്ഞിട്ട് നെഗറ്റീവ് ഉണ്ടാക്കാം. നമുക്ക് പഠിക്കാനല്ല, പക്ഷെ ഒന്ന് മനസ്സിലാക്കാം. ഇനി നോക്കാം, ഇറഗുലർ വെർബ്സ് വരുമ്പോൾ എന്താണ് വരിക? ഇവിടെ നോക്കൂ, വെൻറ്റ്, ഹാഡ്, എയ്റ്റ് അല്ലേ? ഐ യു എക്സെട്ര. ഐ ഡിഡ് നോട്ട് ഈറ്റ്, ഐ ഡിഡ് നോട്ട് ഈറ്റ്. വേർ ഡിഡ് യു ഗോ, നീ അങ്ങോട്ടാണ് പോയത്. ഇങ്ങനെയൊക്കെ വെച്ചിട്ട് നമുക്ക് എന്തുണ്ടാക്കാം? ഇതിൻ്റെ നെഗറ്റീവ് ഉണ്ടാക്കാം, അതുപോലെ ക്വസ്റ്റ്യനും ഉണ്ടാക്കാം. ഏതാ ക്വസ്റ്റ്യൻ? WH ക്വസ്റ്റ്യൻസ്. വേർ ഡിഡ് യു ഗോ, നീ അങ്ങോട്ട് പോയി. നീ അങ്ങോട്ട് വേർ യു വെൻറ്റ് എന്നൊക്കെ പറയാം. അത് സ്പോക്കൺ ഇംഗ്ലീഷ് അങ്ങനെയൊക്കെ പറയാനുണ്ട്. വേർ യു വെൻറ്റ്, നീ അങ്ങോട്ട് പോയി. പക്ഷേ സ്റ്റാൻഡേർഡ് ഇംഗ്ലീഷിൽ ഗ്രാമറ്റിക്കലായിട്ട് പറയുമ്പോൾ നമുക്ക് പറയേണ്ട വാക്കെന്താണ്? വേർ ഡിഡ് യു ഗോ, നീ അങ്ങോട്ടാണ് പോയത്. ഓക്കെ, ഇനി യെസ് ഓർ നോ ക്വസ്റ്റ്യൻസ് നോക്കൂ. ഡിഡ് യു വാച്ച് ഇറ്റ്, നീ വാച്ച് ചെയ്തോ? ഡിഡ് യു ഗോ ഹോം ദെൻ,
നീ വീട്ടിലേക്ക് പോയോ. ഇതൊരു ചോദ്യമാണ്. ഡിഡ് യു വാച്ച് ഇറ്റ്, നീ വാച്ച് ചെയ്തോ. ഇതിന് ആൻസർ രണ്ടെണ്ണം പറയാം. ഒന്നുകിൽ ഞാൻ വാച്ച് ചെയ്തു എന്ന് പറയാം, അല്ലെങ്കിൽ ഞാൻ വാച്ച് ചെയ്തില്ല എന്ന് പറയാം. അപ്പോൾ വാച്ച് ചെയ്തു എന്ന് പറയണമെങ്കിൽ എന്ത് പറയണം? യെസ് എന്ന് മാത്രം പറഞ്ഞാൽ പോരാ. യെസ് ഐ ഡിഡ്. ഈ ഡിഡ് എങ്ങനെ ഒന്നും അറിയാലോ അല്ലേ. വാച്ച്ഡ്, ഈ യു വാച്ച്ഡ് ഇറ്റ് എന്നാണ് ശരിക്കും ക്വസ്റ്റ്യൻ വരുന്നത്. ഡിഡ് യു വാച്ച് ഇറ്റ് മീൻസിൻ്റെ വേറെ രീതിയിൽ നമുക്ക് എന്താ പറയാം, യു വാച്ച്ഡ് ഇറ്റ് എന്നും ചോദിക്കാം. യു വാച്ച്ഡ് ഇറ്റ് അല്ലേ, ഡിഡ് യു വാച്ച് ഇറ്റ് എന്നതിൻ്റെ വേറെ രൂപമാണ് യു വാച്ച്ഡ് ഇറ്റ്. അപ്പോൾ അവിടെ വാച്ച്ഡ് ഉണ്ട് ശരിക്കും. അപ്പോൾ ഡിഡ് വന്നുകൊണ്ട് അങ്ങനെ എഴുതാതിരുന്നാം. അപ്പോൾ ഡിഡ് യു വാച്ച് ഇറ്റ് എന്നതിനെ നമുക്ക് ആൻസർ ചെയ്യുമ്പോൾ എന്താ ചെയ്യേണ്ടത്, നമുക്ക് രണ്ട് രീതിയിൽ ചെയ്യാം. യെസ് ഞാൻ വാച്ച് ചെയ്തു എന്നും പറയാം, ഇല്ല എന്നും പറയാം. അപ്പോൾ നമുക്ക് ആൻസർ ഇങ്ങനെ പറയേണ്ട ആവശ്യമില്ല. അങ്ങനെ യെസ് ഐ വാച്ച്ഡ് അങ്ങനെ പറയണ്ട. നമുക്ക് എന്ത് ഇത് ഡിഡ് വെച്ചിട്ട് ചെയ്യാം. അങ്ങനെ യെസ് ഐ ഡിഡ്, നോ ഐ ഡിഡ് നോട്ട്. നെഗറ്റീവ് ആണെങ്കിൽ നോ ഐ ഡിഡ് നോട്ട്. യെസ് ഐ ഡിഡ് പോസിറ്റീവായിട്ടുള്ള ആൻസറാണ്. നെഗറ്റീവ് ആണെങ്കിൽ നോ ഐ ഡിഡ് നോട്ട്. ഡിഡ് യു ഗോ ഹോം ദെൻ, ഡിഡ് യു ഗോ ഹോം ദെൻ. അപ്പോൾ ഇവിടെ നീ വീട്ടിൽ പോകുന്നുണ്ടോ എന്നുള്ളതാണ് അല്ലേ. നീ വീട്ടിൽ പോയോ എന്നാണ് ചോദ്യം. നീ വീട്ടിൽ പോയോ പിന്നെ എന്നാണ് ചോദ്യം. അപ്പോൾ ഇവിടെ ആൻസർ എന്ത് പറയാം, എന്താണ് ആൻസർ പറയുന്നത്, നിങ്ങളൊന്ന് സ്വയം പറഞ്ഞു നോക്കൂ ആൻസർ. ഡിഡ് യു ഗോ ഹോം ദെൻ, നീ വീട്ടിൽ പോയോ എന്നാണ് ചോദ്യം. അപ്പോൾ ആൻസർ യെസ് ആണെങ്കിൽ എങ്ങനെ പറയാം, യെസ് പറയൂ, യെസ് ഐ ഡിഡ്. പോയിട്ടുണ്ടെങ്കിൽ എന്താ പറയാം, യെസ് ഐ ഡിഡ്. പോയിട്ടില്ലെങ്കിലോ നോ ഐ ഡിഡ് നോട്ട്. ഓക്കെ, ഇത് തന്നെയാണ് ഇതിൻ്റെ ആൻസർ. ഓക്കെ, ഇനി എന്ത് ചെയ്യാം, സിംഗിൾ ആക്ഷൻസ് ആൻഡ് പാസ്റ്റ് സ്റ്റേറ്റ്സ്. എക്സാമ്പിൾ. ഓക്കെ, ഇവിടെ ഇപ്പോൾ നമ്മളിനി എക്സസൈസിലുള്ളതെന്ന് വെച്ചാൽ നിങ്ങൾ നേരത്തെ പറഞ്ഞല്ലോ 5 സാഹചര്യങ്ങൾ നമ്മൾ സിമ്പിൾ പാസ്റ്റിനെ ഉപയോഗിക്കുമെന്ന് പറഞ്ഞു. ഇവിടെ കൊടുത്തിട്ടുള്ളത് സിംഗിൾ ആക്ഷൻസ്. ഇത് ഒറ്റ ആക്ഷനെ കുറിച്ചാണെങ്കിൽ എസ് എ എന്നുള്ളതാണ്. റിപ്പീറ്റഡ് ആക്ഷൻസ് നേരത്തെ പറഞ്ഞല്ലോ. റിപ്പീറ്റഡ് ആക്ഷൻസ് ആണെങ്കിൽ നമ്മൾ ആർ എ എന്ന് പറയാറുണ്ട്. പാസ്റ്റ് സ്റ്റേറ്റ് ആണെങ്കിൽ പി എസ് ഇങ്ങനെ. അപ്പോൾ ഇത് വെച്ചിട്ട് നമ്മളത് പൂരിപ്പിക്കാനാണ് പറയുന്നത്. ഓക്കെ, ഇതോടെ ആൻസർ ഉണ്ട്. ഇതിൽ നിന്നുണ്ട്, നിങ്ങളൊന്ന് നോക്കുക, നിങ്ങൾ പുസ്തകത്തിലൊന്ന് കമ്പയർ ചെയ്തുകൊണ്ട് ഇതൊന്ന് പഠിക്കാം. ഓക്കെ, അതിങ്ങനെ പതുക്കെ ഒന്ന് നോക്കിയിട്ട് നിങ്ങൾ ഓരോന്ന് വായിക്കണം. ഞാൻ അതിങ്ങനെ ഓരോന്ന് വായിക്കാൻ ഇവിടെ നിൽക്കുന്നില്ല. നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളിത് ഓരോന്ന് നോക്കിയിട്ട് പുസ്തകമായിട്ട് കമ്പയർ ചെയ്തിട്ടാണ് അത് പഠിക്കാൻ കേട്ടോ. അങ്ങനെ ചെയ്യണം. ഓക്കെ, 6 കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ കൊടുത്തിട്ടുണ്ടോ ലാസ്റ്റ്, പിന്നെ വെൻ ഫൈൻഡ് ദ വേർബ്സ് ഇൻ ദ പാസ്റ്റ് ടെൻസ് ഇൻ ദ എബോവ് ടെക്സ്റ്റ്. ഇതിലൊക്കെ എന്ത് ചെയ്യണം, പാസ്റ്റുകൾ കണ്ടെത്തണം. ഫോർ എക്സാമ്പിൾ 6 നോക്കും നിങ്ങൾ. 6 ഇൻ ദോസ് ഡേയ്സ് ഐ ഗോട്ട് അപ്പ് റിയലി ഏർലി ആൻഡ് റീച്ച്ഡ് കോളേജ് ബിഫോർ 8. ഇവിടെ ഈ സെൻറ്റൻസിൽ 2 പാസ്റ്റ് വെർബ് ഉപയോഗിച്ചിട്ടുണ്ട്, സിമ്പിൾ പാസ്റ്റ് ഉപയോഗിച്ചിട്ടുണ്ട്. ഒന്ന് ഗോട്ട് എന്നുള്ളതും മറ്റൊന്ന് റീച്ച്ഡ് എന്നുള്ളതും. അപ്പോൾ ഇങ്ങനെയുള്ള ഇത് നിങ്ങൾ മുകളിൽ കണ്ടെത്തണം എന്ന് കൂടിയാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, നെക്സ്റ്റ് ഫൈൻഡ് ദ മിസ്റ്റേക്സ്. ഇതിൽ നോക്കൂ, സ്പെൻഡ്. ഇതിൽ നിങ്ങൾ തെറ്റ് കണ്ടെത്താനുള്ളതാണ്. സ്പെൻഡ്, സ്പെൻഡഡ്, കോസ്റ്റ്, കോസ്റ്റഡ്, ബോട്ട്, ബൈ. ഇതിൽ പിന്നെ സ്പെൻഡഡ് എന്നുള്ളതാണ് അവിടെ കൊടുത്തിരുന്നത് സ്പെൻഡിന്. അപ്പോൾ നമ്മൾ ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ സ്പെൻഡ് പോലത്തെ ചില വാക്കുകൾ നമ്മൾ പ്രസൻറ്റിൽ ഡി വെച്ചിട്ട് ഉപയോഗിക്കുക. ടിക്ക് പകരം ഡി. ഇപ്പോൾ SPEND എന്നാണ് പ്രസൻറ്റിൽ വരിക, അതിൻ്റെ പാസ്റ്റ് ടി ആണ് കേട്ടോ, ശ്രദ്ധിക്കുക. അപ്പോൾ സ്പെൻഡഡ് എന്നുള്ളതല്ല, സ്പെൻഡ് എന്നാണ് അതിൻ്റെത്. നമ്മൾ ചിലപ്പം കുട്ടികളൊക്കെ ഈ മെസ്സേജ് അയക്കുമ്പോൾ സെൻഡ് എന്നത് ഇതുപോലത്തെ വരുന്ന വാക്കാണ്. SEND ആണ് സെൻഡ്, അയക്കുക. അത് പ്രസൻ്റ് ആണ്. എന്നാൽ അതിൻ്റെ പാസ്റ്റ് സെൻഡഡ് എന്നല്ല, പകരം സെൻഡ് SENT ആണ്. പലപ്പോഴും കുട്ടികൾ തെറ്റായിട്ട് സെൻഡ് മീ എന്ന് അയക്കാറുണ്ട്. SENT മീ എന്ന് അയക്കാറുണ്ട്. അത് തെറ്റാണ്. എനിക്ക് അയച്ചു എന്നാണ് അതിൻ്റെ അർത്ഥം. അയക്കൂ, നീ അയക്കൂ എന്ന് പറയാൻ വേണ്ടി പറയേണ്ട വാക്ക് എന്താണ്, SEND എന്നാണ് കേട്ടോ. സെൻഡ് മീ എന്നാണ് പറയേണ്ടത്. അപ്പോൾ സെൻഡ് പ്രസൻ്റ് ആണ്, ടി വന്നാൽ പാസ്റ്റ് ആണ്. അപ്പോൾ അങ്ങനത്തെ ഒരു വാക്കാണ് സ്പെൻഡ്. ഓക്കെ, ടി പാസ്റ്റ് ആണ്, ഡി പ്രസൻ്റ് ആണ്. അതുപോലെ കോസ്റ്റ്, കോസ്റ്റഡ് ഉപയോഗിക്കാം. ബൈൻ്റെ പാസ്റ്റ് ബൈഡ് എന്നല്ല, പിന്നെ പകരം എന്താണ്, ബോട്ട് എന്നാണ്. ഓക്കെ, ഇങ്ങനെയുള്ള ചില ഇറഗുലർ വേർബ്സ് ഞാൻ നേരത്തെ എഴുതി വെക്കാൻ പറഞ്ഞിരുന്നു. പഠിച്ചവർക്ക് അത് മനസ്സിലാക്കിയവർക്ക് ഇത് എളുപ്പമായിരിക്കും. ഓക്കെ, നെക്സ്റ്റ്. പിന്നെ ഇവിടെ താഴെ കൊടുത്തെന്താണ്, ദ പാസേജ് ബിലോ ഡിസ്ക്രൈബ്സ് ആൻ അൺസക്സസ്ഫുൾ ഡ്രൈവിംഗ് ടെസ്റ്റ്. ഫിൽ ഇൻ ഈച്ച് ഗ്യാപ്പ് വിത്ത് എ വേർബ് ഫ്രം ബിലോ in the past simple. You may use one verb more than once. ഇവിടെ കൊടുത്ത ഈ വേർബ്സ് ഉണ്ടല്ലോ,
കൊടുത്ത വേർബ്സ് നിങ്ങളെ പുസ്തകത്തിലുണ്ട്. അതിൽ ബി, ഫീൽ, മൂവ്, പേ, പുഷ്, നോട്ട്, ബ്രേക്ക്, സേ, സ്റ്റോപ്പ്, ട്രൈ ഇതൊക്കെയാണ് ഇതിലെ വേർബ്സ്. ഈ ബ്രേക്കൊക്കെ നൗണായിട്ട് ഉപയോഗിക്കുന്ന വാക്കാണ്, അതേസമയം അത് പാസ്റ്റിൽ ഉപയോഗിക്കാം. ബ്രേക്ക് ഇവിടെ മനസ്സിലാക്കേണ്ട, ബ്രേക്ക് എന്നുള്ളത് നിങ്ങൾ രണ്ട് തരം ഉണ്ട്. ഒന്ന് നമ്മൾ വാഹനത്തിൻ്റെ ബ്രേക്കാണ്. ബ്രേക്ക് നമ്മൾ അപ്ലൈ ചെയ്യാറുണ്ടല്ലോ അല്ലേ, അപ്പോൾ പിന്നെ വണ്ടി സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടി ബ്രേക്ക് ചെയ്യാറുണ്ട്. അപ്പോൾ അതങ്ങനെയാണ് പറയുക. അപ്പോൾ അതിൻ്റെ സ്പെല്ലിങ് BRAKE ആണ്. അതേസമയം BREAK എന്നുള്ള മറ്റു ബ്രേക്ക് ഉണ്ട്, അത് തകർക്കുക അല്ലെങ്കിൽ പൊട്ടിക്കുക എന്ന തരത്തിലാണ് ബ്രേക്ക് ഉപയോഗിക്കാറുള്ളത്. ഇത് മറ്റേതാണ് ബ്രേക്ക്, മനസ്സിലാക്കുക. പിന്നെ ഇവിടെ കണ്ടില്ലേ, ബി എന്നുള്ളത് നമ്മൾ അതിൻ്റെ ബേസ് ഫോമാണ് വെർബിൻ്റെ. അപ്പോൾ നമുക്ക് അതിൽ എന്തൊക്കെ ആയിട്ട് മാറ്റം സംഭവിക്കും? ബി, ഈസ് ആകാം, ആം ആകാം, ആറാകാം, വാസ്, വേർ ഇതൊക്കെ ആയി മാറാം. ഓക്കെ, അപ്പോൾ അതിൻ്റെ ബേസ് ഫോമായിട്ടുള്ള ബി രൂപമാറ്റം സംഭവിച്ച എന്താണോ യോജിച്ചെങ്കിൽ അത് നിങ്ങളോട് ഫില്ല് ചെയ്യാൻ വേണ്ടി അതിൻ്റെ ആൻസർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ പിന്നെ എന്താണ്, റണ്ണ്, റാൻ അല്ലേ, അതുപോലെ ഫീല്, ഫെൽട്ടാണ് വരിക, പേ, പെയ്ഡാണ് വരിക. ഇങ്ങനെയൊക്കെയുള്ള വാക്കുകളാണ്. സ്റ്റോപ്പ്ഡ് വരും, ട്രൈഡ് വരും. ഇങ്ങനെയൊക്കെയുള്ള വാക്കുകളാണ് ഇവിടെ നമ്മൾ ഉപയോഗിക്കേണ്ടത്. അപ്പോൾ നിങ്ങൾ ഇതിൽ വെച്ചിട്ട് എന്ത് ചെയ്യുക, ഇതൊന്ന് വായിച്ച് നോക്കുക. കറക്റ്റിൽ വായിച്ചിട്ട് നിങ്ങളെ പുസ്തകത്തിലുള്ള വാക്കുകളായിട്ട് ഒന്ന് കമ്പയർ ചെയ്തിട്ട് ഇതിന് ആൻസർ ആൻസർ എന്നോട് കൊടുത്തിട്ടുണ്ട്. എന്നാലും ഒന്നുകൂടി നിങ്ങൾ വായിച്ചിട്ട് വേണത് ചെയ്യാൻ. പുസ്തകം വായിക്കുക, എന്നിട്ട് ശേഷം ഇതൊന്ന് നിങ്ങൾ എന്ത് ചെയ്യാം, ഈ ഭാഗം ഒന്ന് വായിച്ച് കവർ ചെയ്യാം. ഓക്കെ, പിന്നെ ഇവിടെ നോക്കൂ, മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ വായിച്ച് കവർ ചെയ്യാൻ വേണ്ടി ഇത്രയും നേരം നിങ്ങളൊന്ന് പോസ് ചെയ്തിട്ട് വായിച്ച് പോയാൽ മതി. ഓക്കെ, ഇനി നെക്സ്റ്റ് എക്സസൈസ് 3 വരുന്നത് എന്താണ്, മേക്ക് സിമ്പിൾ പാസ്റ്റ് നെഗറ്റീവ് സെൻറ്റൻസ്. ഇവിടെ കൊടുത്ത വാക്കുകൊണ്ട് നിങ്ങൾ നെഗറ്റീവ് സെൻറ്റൻസ് ഉണ്ടാക്കേണ്ടത്. നെഗറ്റീവ് സെൻറ്റൻസ് ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട എന്താണ്, നേരത്തെ പറഞ്ഞു. അപ്പോൾ പ്ലേഡ് എന്ന് തന്നെ സിമ്പിൾ പാസ്റ്റിൽ പ്ലേഡ് ആണല്ലോ. പ്ലേഡ് വരുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും എന്താണ്, അവിടെ ഡിഡ് ഉണ്ടെന്ന് മനസ്സിലാക്കണം. ഡിഡ് പ്ലസ് പ്ലേ ആണല്ലോ പ്ലേഡ്. അപ്പോൾ പ്ലേഡ് ഡിഡിനെയാണ് നമ്മൾ നെഗറ്റീവ് ആക്കുക. അപ്പോൾ ഡിഡ് നോട്ട് വെച്ചിട്ടാണ് എഴുതുക. അപ്പോൾ ഐ പ്ലേഡ്, ഐ ഡിഡ് നോട്ട് പ്ലേ അല്ലേ, ഐ പ്ലേഡ്, ഐ ഡിഡ് നോട്ട് പ്ലേ. നെക്സ്റ്റ് നോക്കൂ, വി സ്പോക്ക്. നമ്പർ 1 വി സ്പോക്ക് ഹിന്ദി. നമ്മളങ്ങനെ ഒന്നായിട്ട് വായിക്കേണ്ടത് മാത്രം നോക്കി അതിൻ്റെ ബാക്കി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഈ വെർബും സബ്ജക്റ്റും മാത്രം നോക്കാം. വി സ്പോക്ക്. അപ്പോൾ സ്പോക്ക് എന്തിൻ്റെയാണ്, ഡിഡ് സ്പീക്കാണ് അല്ലേ, ഡിഡ് പ്ലസ് സ്പീക്കാണ് സ്പോക്ക്. അപ്പോൾ വി ഡിഡ് നോട്ട് സ്പീക്ക്. മറ്റൊന്ന് ടോട്ട്, മൈ അങ്കിൾ ടോട്ട്. അപ്പോൾ ടീച്ചാണ് അല്ലേ, ഫസ്റ്റ് എന്ത് വരുന്നത് ടീച്ചാണ്. അവിടെയാണ് ഡിഡ് വെച്ചിട്ട് നെഗറ്റീവ് ആവുക, ഡിഡ് നോട്ട്. മൈ അങ്കിൾ ഡിഡ് നോട്ട് ടീച്ച്. പിന്നെ ഐ റോട്ട്, ഐ ഡിഡ് നോട്ട് റൈറ്റ്. വി ന്യൂ, വി ഡിഡ് നോട്ട് ന്യൂ, നോൺ അല്ലേ. അപ്പോൾ ന്യൂ, അപ്പോൾ എന്താ വരും, ഡിഡ് വന്നാൽ പിന്നെ നോ. വി ഡിഡ് നോട്ട് നോ. വി ടോൾഡ്, വി ഡിഡ് നോട്ട് ടെൽ. ഇങ്ങനെയാണ് അതിൻ്റെ ആൻസർ വരുന്നത്. മനസ്സിലായല്ലോ എങ്ങനെ വന്നതെന്നുള്ളത്. വെർബ് ടു എഴുതുമ്പോൾ അതിലെന്ത് ഡിഡ് ഉണ്ട് അല്ലേ. ഫോർ എക്സാമ്പിൾ പ്ലേഡ് ആണെങ്കിൽ പ്ലേ പ്ലസ് ഡിഡ് പ്ലസ് പ്ലേ ആണ് പ്ലേഡ് എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ബാക്കിയുള്ളതൊക്കെ. പക്ഷെ നിങ്ങൾ ഈ വെർബിൻ്റെ 3 രൂപം പഠിച്ചു കഴിഞ്ഞാൽ മാത്രമേ ഇത് എന്താണെന്ന് പെട്ടെന്ന് മനസ്സിലാവുള്ളൂ. അതിനാണ് ആ ഇൻട്രൊഡക്ഷൻ ക്ലാസ്സിൽ ഞാനത് പഠിക്കണമെന്ന് പറഞ്ഞു. ഇനി റൈറ്റ് 5 തിങ്സ് യു ഡിഡ് നോട്ട് ഡു യെസ്റ്റർഡേ. അപ്പോൾ നിങ്ങൾ 5 കാര്യം, നിങ്ങൾ ചെയ്യാത്ത 5 കാര്യത്തെക്കുറിച്ചാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. എക്സസൈസ് ചെയ്യാൻ വേണ്ടിയാണ് ഇവിടെ ഉദാഹരണം കൊടുത്തുകൊണ്ട്. ഐ ഡിഡ് നോട്ട് ഈറ്റ് ബ്രേക്ക്ഫാസ്റ്റ് യെസ്റ്റർഡേ. ഇന്നലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചില്ല. ഐ ഡിഡ് നോട്ട് സ്റ്റഡി യെസ്റ്റർഡേ. ഞാൻ ഇന്നലെ പഠിച്ചില്ല. ഒരു പക്ഷേ സത്യമായിരിക്കാൻ സാധ്യതയുണ്ട് അല്ലേ, പഠിച്ചിട്ടില്ല എന്നുള്ള കാര്യം. അങ്ങനെ നിങ്ങൾ ചെയ്യാത്ത 5 കാര്യം, ഇതിൽ കൊടുത്ത 5 കാര്യമുണ്ട്. അതല്ലാതെ 5 കാര്യം നിങ്ങൾ നോട്ട്ബുക്കിലേക്ക് എഴുതി വെക്കുക. ഫോർ എക്സാമ്പിൾ ഐ ഡിഡ് നോട്ട് ബ്രഷ് യെസ്റ്റർഡേ, അത് സത്യമാകാൻ സാധ്യതയുള്ളതുകൊണ്ട് അത് എഴുതി വെക്കാം. ഐ ഡിഡ് നോട്ട് ബ്രഷ് ചെയ്തില്ല എന്നുള്ള അല്ലേ. അങ്ങനെയുള്ള 5 കാര്യങ്ങൾ നിങ്ങൾ എഴുതി വെക്കുക എന്നുള്ളതാണ് ചെയ്യാനുള്ളത്. ഓക്കെ, അപ്പോൾ അങ്ങനെ 5 കാര്യം നിങ്ങൾ അതിൽ എഴുതണം. ഡിഡ് നോട്ട് വെച്ചിട്ടാണ് എഴുതേണ്ടത്. ഡിഡ് നോട്ട് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ വെർബ് 1 ആണ് ഉപയോഗിക്കേണ്ടത്. വെർബ് 2 ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു സംഗതി. ഓക്കെ, പിന്നെ സംബഡി ഹേർഡ് മീ. ഇവിടെ നീ ആരെങ്കിലും എന്നെ കേട്ടു എന്നുള്ളതാണ്. ഹൂ ഹേർഡ് യു, എന്നെ ആരാണ് കേട്ടത്. ഈ ഹൂ ഹേർഡ് എന്നുള്ളതാണ് പാസ്റ്റ്, സിമ്പിൾ പാസ്റ്റ് ആണ് ഹേർഡ്. അപ്പോൾ അതിന് നമ്മൾ പിന്നെ ഗ്രാമാറ്റിക്കലായിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ ഇങ്ങനെ ചോദിച്ചാലും ക്വസ്റ്റ്യന് മനസ്സിലാക്കാൻ പറ്റും. ഹൂ ഹേർഡ് യു അല്ലേ, അങ്ങനെ ചോദിക്കാം. പിന്നെ അപ്പോൾ പക്ഷേ ഒന്നും കൂടി നന്നാക്കി ചോദിക്കാൻ പറ്റുന്നതാണ് ഇത് ഡിഡ് വെച്ചിട്ടുള്ളത്. ഹേർഡിനെ നമ്മൾ എന്താക്കി, ഡിഡ് പ്ലസ് ഹിയർ ആണ് ഹേർഡ് എന്നുള്ള വാക്ക്. ഹിയർ ഹേർഡ് എന്നുള്ളതാണ് വരുന്നത്. അപ്പോൾ ഹൂ ഡിഡ് യു ഹിയർ, മനസ്സിലായല്ലോ. അങ്ങനെ ഐ ഫോൺ ചെയ്തു എന്ന് തന്നെ ഫോണ്ട് എന്ന് പറയാറുണ്ട്. ഐ ഫോണ്ട്, അപ്പോൾ എന്താണ്, ഐഫോൺ അല്ല ഐ ഫോണ്ട്, 2 വെർബാണ്. ഐ ഫോണ്ട് സംബഡി.
ഹൂ ഡിഡ് യു ഫോൺ കണ്ടോ, ഹൂ ഡിഡ് യു ഫോൺ. അപ്പോൾ സംബഡി റോട്ട് ടു മീ, ഹൂ റോട്ട് ടു യു എന്ന് ചോദിക്കാം, ഹൂ റോട്ട് ടു യു എന്ന് ചോദിക്കാം. പക്ഷേ ഒന്നുകൊണ്ട് നന്നാക്കി ചോദിക്കാൻ പറ്റുന്ന എങ്ങനെയായിരിക്കും, ഹൂ ഡിഡ് റൈറ്റ് ടു യു, ഹൂ ഡിഡ് റൈറ്റ് ടു യു. അങ്ങനെയാണ് ഒന്നുകൂടി നന്നാക്കി ചോദിക്കാൻ പറ്റുന്നത്. ഡിഡ് പ്ലസ് റൈറ്റ് ആണ് റോട്ട് അല്ലേ, നമ്മൾ പറഞ്ഞല്ലോ. അതിനെ ബ്രോക്ക്, വാട്ട് ബ്രോക്ക് ദ വിൻഡോ. ഐ ബ്രോക്ക് സംതിങ്, വാട്ട് ഡിഡ് യു ബ്രേക്ക്, വാട്ട് ഡിഡ് യു ബ്രേക്ക്. ഇങ്ങനെയാണ് ഇതിൽ ക്വസ്റ്റ്യൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഡിഡ് വെച്ചിട്ടാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നതും കൂടി നല്ലത് എന്നാണ് പറഞ്ഞത്. ഓക്കെ. അപ്പോൾ അതേപോലെ ജീന പ്ലേഡ് സംതിങ്, വാട്ട് ഡിഡ് ജീന പ്ലേ, വാട്ട് ഡിഡ് ജീന പ്ലേ. ഇപ്പോൾ വാട്ട് വരുമ്പോൾ ഡിഡ് വന്നതിന് ശേഷമാണ് നമ്മൾ പിന്നെ എന്ത് വെക്കുന്നത്, സബ്ജക്റ്റൊക്കെ വെക്കുന്നത്. വാട്ട് ഡിഡ് യു ബ്രേക്ക് കണ്ടോ, നിങ്ങൾ കണ്ടില്ല ഇവിടെയൊക്കെ. നാലാമത്തെ ഉദാഹരണം നോക്കൂ, വാട്ട് ഡിഡ് യു ബ്രേക്ക്, വാട്ട് യു ഡിഡ് ബ്രേക്ക് എന്നല്ല, വാട്ട് ഡിഡ് പിന്നെയാണ് സബ്ജക്റ്റ്. അതുപോലെ ഇവിടെ തന്നെ വാട്ട് ഡിഡ് ജീന പ്ലേ, ജീനയാണ് കളിക്കുന്ന ആൾ, അപ്പോൾ ജീനയാണ് സബ്ജക്റ്റ്. അപ്പോൾ എങ്ങനെയാണ് ചോദിക്കേണ്ടത്, വാട്ട് ഡിഡ് ജീന പ്ലേ. മനസ്സിലാവുണ്ടല്ലോ. അപ്പോൾ ഇങ്ങനെയാണത് അതിൽ കാര്യമായിട്ട് നമ്മൾ മനസ്സിലാക്കി പോകേണ്ട ഒരു സംഗതി. പിന്നെ കറക്റ്റ് ആൻസർ ഉണ്ടല്ലേ ഇവിടെ നോക്കൂ, ഐ ലിവ്ഡ് ഇൻ ഡൽഹി ഫോർ 8 years. 8 years നേരത്തെ പറഞ്ഞു, നേരത്തെ ഫസ്റ്റിലെ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ 8 years അല്ലെങ്കിൽ നേരത്തെ ചെയ്തു, യെസ്റ്റർഡേ, ഡേ ബിഫോർ യെസ്റ്റർഡേ അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം അവിടെ ഉപയോഗിക്കേണ്ടത് വെർബ് ടു ആണ്. ഇവിടെ 2 ഉദാഹരണം കൊടുത്തിട്ടുണ്ട്, 2 ചോയ്സ് കൊടുത്തിട്ടുണ്ട്. ഏതൊക്കെയാണ്, ലിവ്ഡ് എന്നും വാസ് ലിവിങ് എന്നുള്ളതും. അപ്പോൾ നമുക്കിവിടെ മനസ്സിലാക്കാം, നിങ്ങൾ അവസാനത്തിലേക്ക് നോക്കി അറിയാൻ പറ്റും എന്താണെന്നുള്ളത് കേട്ടോ. പിന്നെ ഈ വാസ് ലിവിങ്, വാസ് വാച്ചിങ് ഇങ്ങനെയൊക്കെ വരുന്നത്, വാസ് വെച്ചിട്ടുള്ള ING ഫോം വെർബിൻ്റെ കൂടെ വരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ 2 പ്രവർത്തനം ചെയ്യുമ്പോൾ ആണ് അങ്ങനെ വരാം. ഓക്കെ, 2 പ്രവർത്തനം ചെയ്യുമ്പോഴാണ് വരിക. ഫോർ എക്സാമ്പിൾ രണ്ടാമത്തെ നോക്കൂ, ജോൺ വാസ് വാച്ചിങ് കണ്ടില്ലേ, TV വെൻ ദ ഫോൺ റാങ്, വെൻ മൈ മദർ ഗോട്ട് ഹോം. അപ്പോൾ ഇവിടെ വാസ് വാച്ചിങ് എന്നുള്ളതും വെൻ ദ ഫോൺ റാങ് എന്നുള്ളത് 2 കാര്യങ്ങളുണ്ട്. അപ്പോൾ അത് നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് ശ്രദ്ധിച്ചാൽ മതി, അപ്പോൾ മനസ്സിലാക്കും. ഇതിൻ്റെ കൂടുതൽ രൂപങ്ങൾ നമ്മൾ അടുത്ത ക്ലാസ്സിൽ എടുക്കുന്നുണ്ട്. ജോൺ വാസ് വാച്ചിങ് വെൻ ദ ഫോൺ റാങ്, ഇവിടെ TV. ഇവിടെ വെൻ ദ ഫോൺ റാങ്, ഫോൺ ബെല്ലടിച്ചപ്പോൾ ഇയാൾ വാച്ച് ചെയ്യായിരുന്നു. ഇങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെയാണ് എന്ത് ഉപയോഗിക്കുക, പാസ്റ്റ് കണ്ടിന്യൂസിൻ്റെ ഉപയോഗിക്കുക. നമ്മളത് പഠിക്കുന്നുണ്ട്, ഒന്ന് മനസ്സിലാക്കുന്നത് മാത്രമേ ഉള്ളൂ. ഓക്കെ. പിന്നെ ഇവിടെയൊക്കെ ഉദാഹരണം വധിച്ചിട്ടുള്ള ഉദാഹരണമാണ്. ഇത്രയും കാര്യങ്ങളാണുള്ളത്. ഇത് നമ്മൾ അടുത്ത ഈ ഒരു ഭാഗമായിട്ട് ബന്ധപ്പെട്ടത് നമ്മളുടെ പാസ്റ്റ് കണ്ടിന്യൂസ് പറയുമ്പോൾ വിശദമായിട്ട് അതിൽ പറയും. അപ്പോൾ നമ്മളിവിടെ ക്ലാസ് ഇവിടെ സ്റ്റോപ്പ് ചെയ്യുന്നു. ഇഫ് യു ഹാവ് എനി ഡൗട്ട് പ്ലീസ് ആസ്ക് മീ വിതൗട്ട് ഫെയിൽ. സോ ലെറ്റ്സ് വൈൻഡ് അപ്പ് ദ ക്ലാസ്. താങ്ക്സ് ഫോർ വാച്ചിങ്.